ഹലോ, വെൽക്കം ടു ജയാസ് ലൈഫ് സ്റ്റൈൽ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. റിവ്യൂവിൽ വന്നിട്ട് 1 hour എപ്പിസോഡ് ഞാൻ കണ്ടിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇന്നലെയാണ് ലോഞ്ച് എപ്പിസോഡ്. ലാലേട്ടൻ പറഞ്ഞ മാതിരി 7ന്റെ പണിന്ന് ലാലേട്ടൻ പറഞ്ഞുവല്ലോ, അതേമാതിരി ടാസ്ക് വെച്ചിട്ടാണ് എല്ലാവരെയും ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്തത്. അത് റിനീഷ റഹ്മാനായിരുന്നു ലെറ്റർ വായിച്ചത്. ഫസ്റ്റത്തെ മത്സരാർത്ഥി അനീഷ് തറയിലാണ്. സെക്കൻഡ് അനുമോൾ പോയതുമേ അനീഷ് കുറച്ച് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തേർഡത്തെ ആര്യൻ ഖതുരിയ. പിന്നെ ഫോർത്തത്തെ കലാഭവൻ സരിക മിമിക്രി ആർട്ടിസ്റ്റാണ്. പിന്നെ അക്ബർ ഖാൻ സിംഗറാണ്. പിന്നെ RJ ബിൻസി. പിന്നെ ഒനിൽ സാബു ലോയറാണ്. 8th ബിന്നി, ഏഷ്യാനെറ്റ് സീരിയൽ ആർട്ടിസ്റ്റാണ്, അതറിയാലോ അല്ലേ. അഭിലാഷ് ഇൻഫ്ലുവൻസർ. റെന ഫാത്തിമ 10th. പിന്നെ 11th മുൻഷി രഞ്ജിത്ത്. ജിൽസൺ തക്കട. സരിക 11ാമത്തെ കണ്ടസ്റ്റൻസ്. 14ാമത്തെ ഷാനവാസ്. 15ാമത്തെ നവീൻ. 16ാമത്തെ നൂറ അതില. അവര് ലെസ്ബിയൻ ആണ്. നൂറയും അതിലയും വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു മത്സരാർത്ഥിയാണ്. പിന്നെ 17ാമത്തെ ശൈത്യ സന്തോഷ് ലോയറാണ്. 18ാമത്തെ രേണു സുധി, ഇപ്പോഴത്തെ താരം, എല്ലാവർക്കും അറിയാലോ രേണു സുധിയെ കുറിച്ച്. പിന്നെ 19ാമത്തെ ശരത്താണ്. 19 അല്ല 20 ശരത്ത്. ഇവർക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ എല്ലാവർക്കും പെട്ടി വന്നു. ആ പെട്ടി വന്നിട്ട് 3 പേര് വിൻ ചെയ്തില്ലേ, അവരുടെ തിങ്സ് മാത്രമേ അതിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർക്കൊന്നും തിങ്സ് ഉണ്ടായിരുന്നില്ല, പെട്ടിയിൽ തിങ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ 3 പേരിലൊക്കെ തനി ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ആ ബാഡ്ജ് ആരാണോ അതെടുക്കുന്നത് അവർക്ക് ബാക്കിയുള്ള തിങ്സുകൾ വരുള്ളൂ അത്ര. അപ്പൊ അത് അപ്പോഴേ തുടങ്ങി, അവരുടെ ഉള്ളിൽ ഇപ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങി. എല്ലാവരും ചാനൽ മറക്കാതെ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.